പലപ്പോഴും നിങ്ങൾക്ക് സ്വയം ക്ഷമിക്കുവാൻ കഴിയാതെ വന്നിട്ടുണ്ടോ? പഴയ കാലത്തെ കാര്യങ്ങളെ ഓർത്ത് നിങ്ങൾ ഒരു കുറ്റബോധത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണോ? അന്ന് ഞാൻ ആ തീരുമാനം എടുത്തില്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ആ ജോലിയിൽ പ്രവേശിച്ചില്ലായിരുന്നുവെങ്കിൽ, നല്ലൊരു ലൈഫ് പാർട്ട്ണറെ എനിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള കുറ്റബോധം, ഫിനാൻഷ്യലായിട്ട് എനിക്ക് സേവ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു ബോധം. ഇങ്ങനെ പല കാര്യങ്ങൾ നിങ്ങളുടെ ചിന്തയിൽ വന്നിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയിലാണോ? ബാല്യകാലത്ത് നിങ്ങൾ എന്താണ് പഠിച്ചത്? തെറ്റ് ചെയ്താൽ ശിക്ഷ അനുഭവിക്കണം, പരിപൂർണത എന്നാൽ അംഗീകാരം, അതുപോലെ തെറ്റ് ചെയ്താൽ പലപ്പോഴും സ്നേഹം കുറയാൻ ചാൻസ് ഉണ്ട് എന്നാണ്. അതുകൊണ്ട് തെറ്റ് സംഭവിച്ചാൽ നമ്മൾ നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യുന്നു. അകത്ത് എപ്പോഴും ഒരു ശബ്ദം കേൾക്കാറുണ്ട്, നിനക്ക് കഴിയുകയില്ല, ഇത്രയും മനസ്സിലാക്കാൻ നിനക്ക് പറ്റിയില്ലല്ലോ, നീ സന്തോഷത്തിന് അർഹതപ്പെട്ട വ്യക്തിയല്ല. പക്ഷേ ഈ ഒരു കുറ്റബോധം ചിലപ്പോൾ നമുക്ക് നാച്ചുറൽ ആയിട്ട് വരുന്നതാണ്. എന്നാൽ അതിൽ നിന്ന് വരുന്ന ഷെയിം നമ്മളെ പഠിപ്പിച്ചതാണ്. കുറ്റബോധം പറയുന്നു ഞാനൊരു തെറ്റ് ചെയ്തു, എന്നാൽ ഷെയിം പറയുന്നു ഞാനാണ് തെറ്റ്. ഈ ഷെയിമിൽ നമ്മൾ വർഷങ്ങളോളം സ്റ്റക്കായി കിടക്കാറുണ്ട്. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ക്ഷമിക്കാൻ പറ്റാത്തതിന്റെ 5 റീസൺ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറയാം. ഒന്നാമത്തെ റീസൺ, പരിപൂർണത വേണം എന്നുള്ള ആഗ്രഹം. അതായത് എല്ലാത്തിനും നിങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കണം. കഴിഞ്ഞ കാലത്തില് നിങ്ങൾ എടുത്ത ഒരു തീരുമാനത്തിൽ നിങ്ങൾക്കത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. കാരണം എന്താണെന്ന് അറിയാമോ? നിങ്ങൾക്ക് കഴിയുന്നിടത്തോളം ആ സമയത്തുള്ള അറിവ് വെച്ചായിരിക്കാം നിങ്ങൾ ആ തീരുമാനം എടുത്തത്. അപ്പോൾ യഥാർത്ഥത്തിൽ സത്യം എന്താണ്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉണ്ടായ എക്സ്പീരിയൻസും അറിവും കഴിവും ഒക്കെ വെച്ചായിരിക്കാം നിങ്ങൾ ആ സമയത്ത് തീരുമാനം എടുത്തത്. അപ്പോൾ അത് പൂർണ്ണമായിട്ട് നിങ്ങൾ തെറ്റാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? രണ്ടാമത്തെ കാരണം, വീണ്ടും ആ തെറ്റ് ആവർത്തിക്കുമോ എന്നുള്ള ഭയം. കാരണം ഞാൻ ഇപ്പോൾ എന്നോട് ക്ഷമിച്ചാൽ തീർച്ചയായിട്ടും എനിക്ക് വീണ്ടും ആ തെറ്റ് ഉണ്ടാവാം എന്നുള്ള ഒരു പേടി നിങ്ങൾക്കുണ്ടാവാം. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ സ്വയം ശിക്ഷിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇന്നർ ഗ്രോത്ത് അവിടെ സ്റ്റക്ക് ആകും. എന്നാൽ സ്വയം മനസ്സിലാക്കി എന്തുകൊണ്ടാണ് ആ തെറ്റ് സംഭവിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങൾക്ക് ഇന്നർ ഗ്രോത്ത് ഉണ്ടാവുന്നത്. മൂന്നാമത്തെ റീസൺ, കുറ്റബോധത്തോടുള്ള അറ്റാച്ച്മെന്റ്. പലപ്പോഴും പലരും ആ ഗിൽറ്റും അല്ലെങ്കിൽ ആ സമയത്തെ എടുത്ത തീരുമാനത്തെയും ഓർത്തുകൊണ്ട് ആ കുറ്റബോധത്തോടെ ജീവിതകാലം മുഴുവൻ കഴിയാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ വിചാരിക്കുന്നത് കുറ്റബോധം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ആ ചെയ്ത തെറ്റിന് 100% ഉത്തരവാദിത്തം ഏറ്റെടുക്കത്തുള്ളൂ എന്നാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ നിങ്ങളോട് കുറ്റബോധത്തോടെ ഇരിക്കുമ്പോൾ, നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഗിൽറ്റി ഫീല് എപ്പോഴും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. അതേസമയം അത് മനസ്സിലാക്കി എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ കഴിയും. ഇനി നാലാമത്തെ റീസൺ, കുടുംബവും നമ്മുടെ മതവും ഒക്കെ നമ്മളെ പഠിപ്പിച്ചത് കുറ്റബോധത്തോടെ ഇരുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു പ്യൂരിഫിക്കേഷൻ ഉണ്ടാവുകയുള്ളൂ എന്നാണ്. അതേസമയം നിങ്ങൾ കുറ്റബോധത്തോടെ ഇരുന്നാൽ, അത് ബോധ്യപ്പെടാതെ, അത് മനസ്സിലാക്കാതെ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ജീവിതത്തിൽ സ്റ്റക്കായിട്ട് തന്നെ ഇരിക്കും. അഞ്ചാമത്തെ റീസൺ, കുറ്റബോധത്തോടെ നിങ്ങൾ നിങ്ങൾക്കായിട്ട് ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കും. നിങ്ങൾ വിചാരിക്കും അന്ന് ഞാൻ ചെയ്തതിന് എല്ലാത്തിനും റീസൺ ഞാൻ തന്നെയാണ്, എന്റെ ജീവിതം ഇങ്ങനെയാക്കി തീർത്തത് ഞാനാണ്, ഇങ്ങനെ ഞാനാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങൾക്കായിട്ട് ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കുമ്പോൾ ആ കുറ്റബോധം നിങ്ങളെ വിട്ടു പോകുന്നില്ല. ഇപ്പോൾ സെൽഫ് ഫോർഗിവ്നെസ് അല്ലെങ്കിൽ സ്വയം നിങ്ങളോട് തന്നെ ക്ഷമിക്കുക എന്നുള്ളത് എന്താണ് എന്ന് നോക്കാം. അത് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളെ ന്യായീകരിക്കുക എന്നുള്ളതല്ല. പകരം നിങ്ങൾക്ക് സംഭവിച്ചത് അംഗീകരിക്കുക, ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. നിങ്ങൾ ആ കഴിഞ്ഞ കാലത്തുണ്ടായ അനുഭവത്തെ പറ്റി മനസ്സിലാക്കിക്കൊണ്ട് അതിലുള്ള ഒരു ലെസൺ പഠിച്ചെടുക്കുക. സ്വയം കുറ്റബോധത്തിൽ നിന്നും നിങ്ങളെ വിട്ടുമാറിക്കൊണ്ട് പോസിറ്റീവായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ക്ഷമ എന്ന് പറഞ്ഞാൽ അതൊരു പെർമിഷൻ അല്ല. അതേസമയം അത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഹീലിംഗിനുള്ള ആദ്യ പടിയാണ്. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ നിങ്ങൾ മാറ്റിക്കൊണ്ട് ഈ സമയത്ത്, ഈ പ്രസന്റ് സമയത്ത് നിങ്ങൾ ഒരു തീരുമാനം എടുത്താൽ നിങ്ങളുടെ ഭാവിയെ നിങ്ങൾക്ക് പോസിറ്റീവ് ആക്കി കൊണ്ടുപോകാൻ കഴിയും. സ്വയം ക്ഷമിക്കുമ്പോൾ നിങ്ങൾ ആ ഒരു അലേർട്ട് മോഡിൽ നിന്നും സേഫ് മോഡിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതായത് എനിക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാകും, ഞാൻ എപ്പോഴും അപകടത്തിലാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോൺസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടാവും. അത് പല അസുഖങ്ങളിലേക്കും മാനസിക സംഘർഷത്തിലേക്കും നയിക്കും. അതുകൊണ്ട് നിങ്ങൾ ഞാൻ സുരക്ഷിതനാണ്, ഞാനിപ്പോൾ സേഫ് ആണ് എന്നുള്ള ഒരു അലേർട്ട് ബ്രെയിനിന് കൊടുക്കുക. അത് നിങ്ങൾ നിങ്ങളോട് തന്നെ ക്ഷമിക്കുമ്പോഴാണ് സാധ്യമാവുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ബോണസ് ടിപ്പ് തരാം. ഇതൊരു ഹീലിംഗ് പ്രാക്ടീസ് ആണ്. നിങ്ങളിപ്പോൾ ശാന്തമായ ഒരു സ്ഥലത്ത് കണ്ണുമടച്ച് ഇരിക്കുക. നിങ്ങളുടെ ശ്വാസത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊണ്ടുവരിക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഇങ്ങനെ ചോദിക്കാം,
അന്ന് എനിക്ക് എന്തായിരുന്നു അറിയാവുന്നത്? അന്ന് ഞാൻ എടുത്ത തീരുമാനത്തിൽ ഇത്രമാത്രം ഇമോഷണൽ സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് ഭയത്തിലായിരുന്നുവോ? എന്റെ മകനോ മകളോ ഇങ്ങനെ ചെയ്താൽ ഞാൻ അവരെ ഇങ്ങനെ ശിക്ഷിക്കുമോ? അതിനുശേഷം ഹൃദയത്തിൽ കൈവച്ച് നിങ്ങൾ മൃദുവായി പറയുക, അന്ന് ഞാൻ പഠിക്കുകയായിരുന്നു, ഞാൻ അന്ന് വേദനയിലായിരുന്നു, എനിക്ക് കഴിയുന്നതും എന്റെ സപ്പോർട്ട് അനുസരിച്ചുമുള്ള കാര്യങ്ങളാണ് ഞാൻ അന്ന് ചെയ്തത്. ഈ സമയത്ത് ഞാൻ ആ കുറ്റബോധത്തിൽ നിന്നും എന്നെ റിലീസ് ചെയ്യുന്നു. പതുക്കെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. അപ്പോൾ ശ്വാസം ഉള്ളിലേക്ക് വിടുകയും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിനിന് കൊടുക്കുന്ന സന്ദേശം നിങ്ങൾ ഒരു സേഫ് മോഡിലാണ് എന്നാണ്. ഇതാണ് നിങ്ങളുടെ ഹീലിംഗിന്റെ തുടക്കം. ഇത് ചെയ്തു കഴിഞ്ഞെങ്കിൽ നിങ്ങൾ പതുക്കെ കണ്ണുകൾ തുറക്കാം. അതിനുശേഷം നിങ്ങൾക്കുണ്ടായ ആ ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് കമന്റ് ബോക്സിൽ എഴുതുക. നിങ്ങൾ ഇപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഹീലിംഗ് പ്രാക്ടീസ് നിങ്ങൾ കുറച്ച് ദിവസം ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എഴുതി വെക്കുക. ഇങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ പഴയ കാലത്ത് ഉണ്ടായ സംഭവങ്ങളെ ഓർത്ത് നിങ്ങൾ വേദനപ്പെടുകയാണെങ്കിൽ ഒരു നിമിഷം നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ സമാധാനത്തിന് അർഹതപ്പെട്ട വ്യക്തിയാണ്. നിങ്ങൾക്ക് ഹീലിംഗ് ആണ് ആവശ്യം, അല്ലാതെ പണിഷ്മെന്റ് അല്ല. അതുകൊണ്ട് സ്വയം കുറ്റബോധത്തിലിരിക്കാതെ നിങ്ങളോട് തന്നെ ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്.